അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ഭക്തി വേണമല്ലോ. അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാനാണ് ഇഷ്ടമുള്ളൂ. മുടിയൊന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഈറനോടെ പോകണം, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് വേണം. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടി തരണേന്നാണ് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകണം. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിനക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, ഇനി എന്തിനാന്ന് ചോദിക്കില്ലേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. ഭയങ്കര പ്രകൃതി രമണീയായിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടെ നമുക്ക് ട്രെയിനൊക്കെ ഇങ്ങനെ പോണത് കാണാം. ഭയങ്കര പീസാണ് അമ്പലത്തിൽ പോകുമ്പോൾ. അപ്പൊ നിങ്ങൾ ഞാൻ എപ്പോഴും അമ്പലത്തിലാണ്. നെവർ ഞാൻ അമ്പലത്തിൽ കയറാത്തതിന് എന്റെ നാട്ടുകാർ പറയാത്തതില്ലേ ഗൈസ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്പലത്തിന്റെ അപ്പുറത്ത് ഒരു കുളമുണ്ട്. അവിടെ വെള്ളമില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സന്ദർശിച്ച് വന്നു. അങ്ങനെ നമ്മൾ അച്ഛനെ കാത്തുക്കുമ്പോഴാ ചുള്ള മറ്റേ ഈറന്മേഘം അതുപോലെ നടന്നു വരുന്നുണ്ട്. ആ ഒരു ഫീൽ കിട്ടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോയി സോകുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ ആൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നെ അവൾക്ക് ചന്ദനൊക്കെ തൊട്ടെടുത്ത് അവള് സുന്ദരകുട്ടിയായി. പിന്നെ അച്ഛൻ്റെ അവിടെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛന് കുറച്ച് പായസം തന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എത്ര ഉള്ളു ഗൈസ് ഇന്നത്തെ ഡേ ഇൻ മൈ അമ്പലം.